തിങ്സ് യു ഷുഡ് നെവർ സെർച്ച് ഓൺ ഗൂഗിളിൽ നിങ്ങൾ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. അതേപോലെയാണ് ചിലതരം പേടിയുള്ള ആൾക്കാർക്കൊന്നും ഈ ഒരു വീഡിയോ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ പാർട്ട് 2 ആണ്. അത് ഈ ഒരു സെഗ്മെന്റിന്റെ പാർട്ട് 2 ആണ്. ഇതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ലിങ്ക് അടി കൊടുക്കുക. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. സോ ഒരു മാന്യ പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഡെത്ത് ക്ലോക്ക് എന്ന പേരിൽ വളരെയധികം സൈറ്റുകളിൽ നമുക്ക് സത്യത്തിൽ ഇന്റർനെറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇതിന്റെ എല്ലാം തന്നെ പ്രത്യേകത, ഇതിന്റെ എല്ലാം തന്നെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളുടെ ഏതാനും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ പേര്, വയസ്സ്, അങ്ങനെ നമ്മളെ കുറച്ച് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് മരിക്കും എന്നത് ഈ ഒരു സൈറ്റ് പറഞ്ഞു തരും. അതായത് നമ്മുടെ മരണ തീയതി ഈ ഒരു സൈറ്റ് പറഞ്ഞു തരും. തീർച്ചയായിട്ടും അല്പം കുറച്ച് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടായിപ്പാണ്. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു പ്രോഗ്രാം ഇതിനനുസരിച്ച് ഏതൊരു ഡേറ്റ് നമ്മൾ മരിക്കും എന്ന് പറഞ്ഞിട്ട് തരികയാണെന്നത് എല്ലാവർക്കും തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും സെർച്ച് ചെയ്ത് അറിയാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ മരണ തീയതി ഒരു കാരണവശാലും സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കരുത് എന്നാണ്. കാരണം ഇങ്ങനെ ഒരു തീയതി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാലമായ ഒരു തീയതി, ഒരു ഡേറ്റ് ഓർത്തിരിക്കും. ചിലപ്പം ആ ഡേറ്റ് വളരെ അടുത്തായിരിക്കും. സോ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രത്യേക ദിവസം, അതായത് ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിരിക്കാം മേ ബി അത്. സോ ആ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ മാനസികമായിട്ട് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് വളരെ പ്രഷറും മാനസികമായിട്ട് നിങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യരുതെന്നാണ് ഗൂഗിൾ തന്നെ പറയുന്നത്. ട്രൈഫോബിയ, ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് ചില തരത്തിലുള്ള പേടി, ചില തരത്തിലുള്ള ഫോബിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് എനിക്ക് പേടിയുള്ള സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പേടിയുള്ള സംഭവം ചിലപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും. എന്നാൽ ഈ ഒരു ഫോട്ടോകൾ ട്രൈഫോബിയ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിന്റെ ഫോട്ടോകളെല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു ഫോട്ടോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു തരത്തിലുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു മാനസികമായിട്ട് ഭയങ്കര എന്തോ ഒരു അറപ്പ് അങ്ങനെയൊക്കെ തോന്നുന്ന മാനസികമായിട്ട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി നമ്മൾ മനുഷ്യരുടെ തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന ഒരുപാടധികം ദ്വാരങ്ങളും കരകളൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് ലാർവകളും കരകളൊക്കെ മുട്ടയും കരകളൊക്കെ വിരിഞ്ഞെടുക്കുന്ന എന്തൊക്കെയോ ജീവികളൊക്കെ. സോ ഇത് ആക്ച്വലി നമ്മൾ മനുഷ്യരുടെ തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന എന്തോ ഒരു അസുഖമാണ്. നമ്മുടെ കണ്ണിൽ പോലും, നമ്മുടെ മനുഷ്യരുടെ കണ്ണിൽ പോലും ആക്ച്വലി തേനീച്ചക്കൂട് പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള അസുഖങ്ങളും കരകളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ആക്ച്വലി ഈ ഒരു സംഭവം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ ഇതൊക്കെ ഫോട്ടോഷോപ്ഡ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇത് കംപ്ലീറ്റ്ലി ഉടായിപ്പാണ്. ഇങ്ങനത്തെ സംഭവം ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഈ ട്രൈഫോബിയ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആക്ച്വലി ഭയങ്കര മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് മാനസികമായിട്ട് നമ്മളത് വളരെയധികം അസ്വസ്ഥമാക്കും. അതുകൊണ്ടാണ് ഇതൊരു കാരണവശാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഗൂഗിൾ മുന്നോട്ട് വെക്കുന്നത്. പൊതുവേ നമ്മളെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ചിലന്തികൾ, അത് ചുമരിലൊക്കെ കാണുന്ന എട്ടുകാലികൾ, അത് സാധാരണ എട്ടുകാലികളാണത്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ പോലും ആക്ച്വലി നല്ലതുപോലെ പേടിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ട്. സോ അത്തരക്കാരോ അല്ലെങ്കിൽ ആരും തന്നെ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത, സെർച്ച് ചെയ്ത് കാണാൻ പാടില്ലാത്ത ഒന്നാണ് ക്ലോക്ക് സ്പൈഡർ, അല്ലെങ്കിൽ സ്പൈഡർ ക്ലോക്ക്, അല്ലെങ്കിൽ കേവ് സ്പൈഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇത്തരത്തിലുള്ള സാധാരണ ലോക്കൽ സ്പൈഡറുകളെ കണ്ടു കഴിഞ്ഞാൽ പോലും പേടിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന ഫോട്ടോസാണ്. അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അറപ്പ് തോന്നുന്നു. വളരെ ജൈജാനിക് ആയിട്ടുള്ള തടിയന്മാരായിട്ടുള്ള എട്ടുകാലികൾ, പിന്നെ നമ്മൾ മനുഷ്യരുടെ കണ്ണിലോട്ടും മൂക്കിലോട്ടും തൊലിപ്പുറത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്ന എട്ടുകാലികളൊക്കെയാണ്. അത്തരത്തിലുള്ള ചിത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ പേടിയുള്ളവർ അല്ലെങ്കിൽ ആരും തന്നെ പൊതുവെ ഇങ്ങനെയുള്ള ക്ലോക്ക് സ്പൈഡർ എന്നോ അല്ലെങ്കിൽ കേവ് സ്പൈഡർ എന്നോ ഒരു കാരണവശാലും സെർച്ച് ചെയ്ത് കാണരുതെന്നാണ് ഗൂഗിൾ മുന്നോട്ട് വെക്കുന്നത്, ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. എലിഫന്റിയാസിസ്, ഈ ഒരു സംഭവം, എലിഫന്റിയാസിസ് എന്ന ഈ ഒരു സംഭവം നിങ്ങൾ ഒരു കാരണവശാലും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കാണാൻ പാടില്ല, ഇതൊരു കാരണവശാലും സെർച്ച് ചെയ്യരുതെന്നാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇത് സംഭവം എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മളോട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു അസുഖമാണ്. അതായത് നമ്മൾ മനുഷ്യരുടെ കൈക്കാലുകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് പല ഭാഗങ്ങളും ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വരുന്ന, അതായത് നല്ലതുപോലെ തടിച്ച് ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ്, ഒരു കണ്ടീഷനാണ്. അത് ഭയങ്കര, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആൾക്കാരുടെ ഉറക്കം തന്നെ പോയി പോകും, വളരെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും ഒരാൾക്ക് ഉണ്ടാവും. സോ ഒരു കാരണവശാലും എലിഫന്റിയാസിസ് എന്ന ഈ ഒരു കീവേഡ് നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്, ഇന്റർനെറ്റിൽ സെർച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാൻ പോരുതാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഉറക്കം തന്നെ ചിലപ്പോൾ പോയേക്കാം, അത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്.
നിങ്ങളൊരു കാരണവശാലും നമ്മളെ തൊലിപ്പുറത്തുണ്ടാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ചോ ചർമ്മ രോഗങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ നിങ്ങളൊരു കാരണവശാലും അനാവശ്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. വെറുതെ അങ്ങനെ സെർച്ച് ചെയ്യരുതാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. കാരണം ഇത്തരത്തിൽ നമ്മൾ ഡെർമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു 50% മോർ ഫോട്ടോസും ആക്ച്വലി ഉടായ്പ ഫോട്ടോസ്, അത് ഫോട്ടോഷോപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ ആയിരിക്കും. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇത് ഇത്തരത്തിലുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത്തരത്തിൽ ഭയങ്കരത്തിൽ വികൃതമായിട്ടുള്ള നമുക്ക് അത്തരത്തിൽ കാണാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെന്റലി ഭയങ്കരത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഈ ഡെർമറ്റോളജിക്കൽ ഡിസോർഡർ, അതായത് നിങ്ങൾക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനാവശ്യമായിട്ട് നിങ്ങളൊരു കാരണവശാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതിൻ്റെ ഇമാജസും കാര്യങ്ങളൊന്നും കാണാനായിട്ട് ശ്രമിക്കരുതാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സെഗ്മെന്റ്, അത് ഗൂഗിളിൽ നമ്മളൊരു കാരണവശാലും സെർച്ച് ചെയ്ത് കാണാൻ പാടില്ലാത്ത അത് തിങ്സ് യു ഷുഡ് നെവർ സെർച്ച് ഓൺ ഗൂഗിളിന്റെ ഈ ഒരു സെഗ്മെന്റോടെ എൻഡ് ചെയ്യാണ്. ഇതിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക. തീർച്ചയായിട്ടും അതുകൂടി ചെക്കൗട്ട് ചെയ്യാം. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് അനക്കം കണ്ടൻസ്, കിടിലൻ കണ്ടൻസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് സർപ്രൈസിംഗ് ആയിട്ടുള്ള World War I, World War II, ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഹിസ്റ്ററി, അങ്ങനെ അനേകം നൂറുകണക്കിന് വീഡിയോസ് ആണ് മക്കളെ വരാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇനി വരുന്ന ഓരോ വീഡിയോകൾ, ഇതുവരെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ മറക്കാൻ കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ചാനലിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, മാക്സിമം അറിവുകൾ ഈ ഞാൻ പഠിക്കുന്നതിലൂടെ എനിക്കും ലഭിക്കുക. അത് മാക്സിമം കംപ്രസ് ചെയ്തിട്ട് നിങ്ങളിലോട്ട് വളരെ ഷോർട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ലാംഗ്വേജ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന എനിക്കറിയില്ല. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വായനപ്പിയാണ്. സോ അതിന് കുറേ ലാഗ് അടുപ്പിക്കുന്നില്ല. ഇതിൽ നല്ല മികച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും. സോ അണ്ടിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്, ലവ് യു ഓൾ.